ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഗോൾഡൻ അരവാനകളെ കുറിച്ചാണ്. ഗോൾഡൻ ഏഷ്യൻ അരവാന എന്നും പറയാറുണ്ട്. ക്രോസ് ബാക്ക് ഗോൾഡൻ അരവാന അല്ലെങ്കിൽ ഹൈ ബാക്ക് ഗോൾഡൻ അരവാന എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. ഈ ഒരു മീനിൻ്റെ ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മയാൻമാർ തുടങ്ങിയ രാജ്യങ്ങളാണ്. പല രാജ്യങ്ങളിലും ഈ ഒരു മത്സ്യത്തെ ഗുഡ് ലക്ക് ഫിഷ് ആയിട്ടാണ് കാണുന്നത്. സമ്പത്ത്, ഭാഗ്യം ഇവയുടെയൊക്കെ സിമ്പലായിട്ടാണ് ഈ ഒരു മത്സ്യത്തെ കാണുന്നത്. ഈ മത്സ്യങ്ങൾ പൊതുവെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മത്സ്യങ്ങളുടെ കാറ്റഗറിയിലാണ് വരുന്നത്. ഈ മത്സ്യങ്ങൾക്ക് മനുഷ്യന്മാരുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള കഴിവുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ വളർത്തുന്ന ഓണറേയും അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിനെയും തമ്മിൽ കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഈ മത്സ്യങ്ങൾക്കുണ്ട്. പിന്നെ ഈ മീനുകളുടെ ഒരു പ്രത്യേകതയാണ് ഇവർക്ക് നല്ല ഹൈറ്റിൽ ചാടാനുള്ള കഴിവുണ്ട്. ഏകദേശം 1 മീറ്റർ ഹൈറ്റിലൊക്കെ ഇവർക്ക് ചാടാനായിട്ട് പറ്റും. ഇത്തരത്തിൽ ചാടുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഒരു പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രേഡും കാര്യങ്ങളെല്ലാം റെഗുലേറ്റഡ് ആണ്. ഗോൾഡൻ വെറൈറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രോസ് ബാക്ക് ഗോൾഡ്, 24K ഗോൾഡ്, റെഡ് ടെയിൽ ഗോൾഡ്, ബ്ലൂ ബേസ്ഡ് ഗോൾഡ്, ഇങ്ങനെയൊക്കെ പല വെറൈറ്റികൾ വരുന്നുണ്ട്. പിന്നെ ഇവരുടെ വായുടെ അടിഭാഗത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന 2 സംഭവം, അത് മീശ പോലെ ഇരിക്കുന്ന സംഭവം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്, മറ്റേ കാറ്റ് ഫിഷുകളുടെയൊക്കെ പോലെ. ഇതിനെ ബാർബൽസ് എന്നാണ് പറയുന്നത്. അത് ഇവർ ഇരകളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഫുഡ്, എന്തെങ്കിലും ഒബ്ജക്ട്സ് ഒക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിത് യൂസ് ചെയ്യുന്നത്. ഈ മീനുകളുടെ ഒരു പ്രത്യേകതയാണ് വലിയ സൈസിലുള്ള ഫിൻസും അതുപോലെ തന്നെ വലിയ സ്കെയിൽസും. അതായത് ചെതുമ്പലുകളുടെ സൈസ് തന്നെ വളരെ വലുതാണ്. ഇതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച പോലെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഒരു വിളിപ്പേര് പോലെ ഇതിനെ ഡ്രാഗൺ ഫിഷ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഒരു നിക്നെയിം പോലെ വിളിക്കുന്നതാണ്. ഇവർ ഒരു ജുവനൈൽ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 ഫീറ്റ് ടാങ്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. 700 ലിറ്ററൊക്കെ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതേസമയം അഡൾട്ട് സൈസ് ആണെന്നുണ്ടെങ്കിൽ മിനിമം 8 അടിയൊക്കെ വരുന്ന ഫിഷ് ടാങ്കുകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് മിനിമം സൈസാണ് പറയുന്നത്. അതായത് നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലൊക്കെ അക്വേറിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു മിനിമം സൈസാണ്. ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 26 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതുപോലെ തന്നെ pH റേഞ്ച് വരുന്നത് 6 മുതൽ 7.5 വരെയാണ്. അതുപോലെ തന്നെ ഇവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫിൽട്രേഷനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കെനിസ്റ്റൽ ഫിൽട്രേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഓവർ ഹെഡ് ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. ഇവർ പൊതുവേ ചാട്ടക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ ഫിഷ് ടാങ്കിന് ഒരു ലിഡ് മസ്റ്റായിട്ടും വെക്കേണ്ടതാണ്. അക്വേറിയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും അങ്ങനെ അത്ര പ്രിഫേർഡ് അല്ല. മിനിമൽ ഡെക്കറേഷൻസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ടെറിട്ടോറിയൽ ആയിട്ടുള്ള മത്സ്യങ്ങളാണ്. ചെറിയ മത്സ്യങ്ങളെയൊന്നും ഒരു കാരണവശാലും ഇവരുടെ കൂടെ ഇടാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇവരുടെ ഒരേ സൈസിലുള്ള മീനുകളെയാണ് ഇവരുടെ കൂടെ ടാങ്ക് മേറ്റ്സ് ആയിട്ട് ഇടാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഇവർ ചെറിയ സൈസ് ടാങ്കുകളിലൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് സ്പേസ് കുറഞ്ഞ ആ ഒരു ഇതിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അഗ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇവർക്ക് ഓണറിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ ഇണങ്ങുന്ന മീനുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ഫീഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇവർ കാർണിവോറസ് ആണ്. അതുകൊണ്ട് നോൺ വെജ് ഫുഡുകളാണ് ഇവർ കഴിക്കുന്നത്. വേംസ് ആയിട്ടുള്ള എർത്ത് വേംസ്, മീൽ വേംസ്, ഇൻസെക്ട്സ് ആയിട്ടുള്ള ക്രിക്കറ്റ്സ്, പിന്നെ ചെറിയ ഫീഡർ ഫിഷുകൾ, പിന്നെ ചെമ്മീൻ, പിന്നെ ഫാറ്റ് കുറഞ്ഞ മീനുകൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തൊക്കെ കൊടുക്കാം. പിന്നെ BSF ലാർവ, ഇത്തരം സംഭവങ്ങളൊക്കെ ഇവർക്ക് സ്യൂട്ടബിൾ ആണ്. ഹൈ പ്രോട്ടീൻ ഫുഡായിട്ട് നമുക്ക് കൊടുക്കാം. റെഗുലറായിട്ട് കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ശരിക്കും പെല്ലറ്റ് ഫുഡാണ്. അതായത് ഹൈ പ്രോട്ടീൻ പെല്ലറ്റ് ഫുഡാണ്. അതായത് ഒരു ബാലൻസ്ഡ് ഫുഡാണ് ഇവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. പെല്ലറ്റ് ഫുഡും പ്ലസ് അതിൻ്റെ കൂടെ നോൺ വെജും കൊടുക്കാനായിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പെല്ലറ്റ് ഫുഡ് കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെല്ലറ്റ് ഫുഡ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ഇവർക്ക് കൊടുക്കാനായിട്ട്. പക്ഷേ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ കഴിക്കുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല. കാരണം അവർക്ക് ചിലപ്പോൾ കൂടുതലും ഫീഡ് ചെയ്യുന്നത് നോൺ വെജ് ഐറ്റംസ് ആയിരിക്കും. ഇതുപോലെ ചെമ്മീൻ പോലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും അവർ കൂടുതലായിട്ടും കഴിക്കുന്നത്. പെല്ലറ്റ് ഫുഡ് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കണമെന്നില്ല. പെല്ലറ്റ് ഫുഡ് ഓൾറെഡി കൊടുത്ത് ശീലിച്ച മീനാണെങ്കിൽ അത് തീർച്ചയായിട്ടും കഴിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോൺ വെജ് തന്നെ കൊടുക്കേണ്ടി വരും. ഇവരുടെ മാക്സിമം സൈസ് ഏകദേശം വരുന്നത് 2.5 അടി മുതൽ 3 അടി വരെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ആയുസ് വരുന്നത് 15 വർഷം മുതൽ 20 വർഷം വരെയാണ്. 20 വർഷത്തിന് മുകളിലും ഇവർ ജീവിക്കാറുണ്ട്. ഇനി ഇവരുടെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ മൗത്ത് ബ്രൂഡേഴ്സ് ആണ്. വായിൽ മുട്ട വെച്ചിട്ട് വിരിയിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. മുട്ട വായിൽ വെച്ച് കൊണ്ട് നടക്കുന്നത് മെയിലുകളാണ്. അവരുടെ വായിലിരുന്നാണ് ഈ കുഞ്ഞുങ്ങൾ വിരിയുന്നത്. പൊതുവേ ഇതിൻ്റെ ബ്രീഡിങ്, അതായത് ഹോം അക്വേറിയങ്ങളിൽ അല്ലെങ്കിൽ ഫിഷ് ടാങ്കുകളിലൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ മീനുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡ്രോപ്പ് ഐ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്, ഒരു കണ്ടീഷനാണ്. അതായത് ഇവരുടെ കണ്ണുകൾ താഴോട്ട് ഇങ്ങനെ തൂങ്ങി വരുന്നതാണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് ഗിൽ കേളിംഗ് ആണ്. അതായത് ഇവരുടെ ചെകിളകൾ അല്ലെങ്കിൽ ഗിൽസ് ഇതിങ്ങനെ ചുരുങ്ങി വരുന്നതാണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. വെള്ളം വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ഇവരെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഫിൻ റോട്ട്. ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇവരുടെ ഫിൻസ് ഇങ്ങനെ ചീഞ്ഞു പോകുന്നത്. പിന്നെ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഇച്ച് അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട്, അതുപോലെ തന്നെ ഫ്ലൂക്സ് പോലുള്ള അസുഖങ്ങളും ഇവർക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെള്ളം നമ്മൾ നല്ല ഗുഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇവർക്ക് നല്ല ബാലൻസ്ഡ് ഡയറ്റ് ഫീഡ് ചെയ്യുക.
നോൺ വെജ് ഫുഡുകളൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഫാറ്റ് കുറഞ്ഞ മീനുകളുടെ മാംസം ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇവർക്ക് അത്യാവശ്യം നല്ല സ്പേസ് തന്നെ വേണം. ഇപ്പോൾ ഫിഷ് ടാങ്കുകളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അക്വേറിയങ്ങളാണെന്നുണ്ടെങ്കിലും അവർക്ക് നല്ല സ്പേസ് തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ മറ്റ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മീനുകൾക്ക് സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വേറെ ഏതെങ്കിലും അസുഖങ്ങളിലേക്കൊക്കെ ആയിട്ട് കൺവേർട്ട് ആവും. കാരണം സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇവരുടെ ഇമ്മ്യൂൺ ലെവൽ വളരെ താഴ്ന്നു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു മീനാണ് ഈ ഒരു ഗോൾഡൻ എരവാന. ഈ ഒരു വെറൈറ്റി മാത്രമല്ല, എരവാനകളുടെ എല്ലാ വെറൈറ്റികളും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സർവൈവ് ചെയ്യും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. നമ്മൾ പേഴ്സണലി ഈ ഒരു മീനിനെ വാങ്ങിയതുവരെ വളർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഡാറ്റയെ ബേസ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാനൊരു വീഡിയോ റിക്വസ്റ്റിനെ ബേസ് ചെയ്ത് ചെയ്തതാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. വേറെയും റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.